സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് SSCRT ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമ്മൾ കഴിഞ്ഞ പല ക്ലാസ്സുകളിലായിട്ട് പഠിച്ച പാഠഭാഗങ്ങളിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ്. അപ്പം പരീക്ഷയ്ക്ക് വരുവാനായിട്ട് ഒരുപാട് ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പം പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം മാത്രമാണ് ക്വസ്റ്റ്യൻ വായിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ആൻസേഴ്സ് പെട്ടെന്ന് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഡച്ചുകാരുടെ സസ്യശാസ്ത്ര സംബന്ധിയായ ഏറ്റവും വലിയ സംഭാവനയായ ഗ്രന്ഥത്തിന്റെ പേര് എന്ത്? ഡച്ചുകാരുടെ ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസ്. കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിട്ടുള്ളത്? 742 742 സസ്യങ്ങളെ കുറിച്ചാണ് ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? നേതൃത്വം നൽകിയത് ഹെൻറിഡ് വാൻഡ്രിഡ്. ഹെൻറിഡ് വാൻഡ്രിഡ് ആണ് ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയത്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ ആരായിരുന്നു? ഇട്ടി അച്യുതൻ. മലയാള അക്ഷരങ്ങൾ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഈ ഗ്രന്ഥം മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഡോക്ടർ KS മണിലാൽ ആണ്. ഡോക്ടർ KS മണിലാൽ. കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു? കർണാട്ടിക് യുദ്ധങ്ങൾ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലാണ് കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത്. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും. കർണാട്ടിക് യുദ്ധങ്ങളിൽ അന്തിമ വിജയമാർക്കായിരുന്നു? കർണാട്ടിക് യുദ്ധങ്ങളിൽ അന്തിമ വിജയം വരിച്ചത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാർ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 1600. പ്ലാസി യുദ്ധം നടന്ന വർഷം? പ്ലാസി യുദ്ധം 1757 1757. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം എന്ന് പറഞ്ഞത് റോബർട്ട് ക്ലൈവ് ആണ്. റോബർട്ട് ക്ലൈവ്. ഫോർട്ട് വില്യം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഫോർട്ട് വില്യം കൊൽക്കത്തയിലാണ്. ബ്രിട്ടീഷുകാർ കൊൽക്കത്തയിൽ സ്ഥാപിച്ച കോട്ട ഏത്? ബ്രിട്ടീഷുകാർ കൊൽക്കത്തയിൽ ഫോർട്ട് വില്യം ആണ്. 1764 ബക്സാർ യുദ്ധത്തിൽ ആരാണ് ജയിച്ചത്? ബക്സാർ യുദ്ധത്തിൽ ജയിച്ചത് ബ്രിട്ടീഷുകാരാണ്. ബക്സാർ യുദ്ധം നടന്ന വർഷം ഏതാണ്? 1764. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് സ്ഥിരമായ രാഷ്ട്രീയ സാമ്പത്തിക ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ പ്രധാന യുദ്ധം ഏതാണ്? ബക്സാർ യുദ്ധമാണ്. ബക്സാർ യുദ്ധം. പ്ലാസി യുദ്ധത്തിൽ ബംഗാളിന്റെ നവാബ് ആരായിരുന്നു? സിറാജ് ഉദ്ദൗള. പ്ലാസി യുദ്ധത്തിൽ ബംഗാളിന്റെ നവാബ് ആയിരുന്നത് സിറാജ് ഉദ്ദൗള. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ അടിത്തറ പാകിയ യുദ്ധം? അടിത്തറ പാകിയത് പ്ലാസി യുദ്ധമാണ്. പ്ലാസി യുദ്ധം. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട? മാനുവൽ കോട്ട. കൊച്ചിയിലെ മാനുവൽ കോട്ടയാണ് ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട. പോർച്ചുഗീസ് അധീനതയിലായിരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നിവയാണ് പോർച്ചുഗീസ് അധീനതയിലായിരുന്ന പ്രദേശങ്ങൾ. കൊച്ചി, ഗോവ, ദാമൻ, ദിയു. കശുമാവ്, പപ്പായ, പേരക്ക, പൈനാപ്പിൾ എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാർ. ചവിട്ടുനാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാർ. കൂനൻ കുരിശു സത്യം നടന്ന വർഷം? 1653. 1653 കൂനൻ കുരിശു സത്യം നടന്നത്.
ഉദയം പേരൂർ സൂനഹദോസ് നടന്നത് ഏത് വർഷം? 1599. 1599 ഉദയം പേരൂർ സൂനഹദോസ് നടന്നത്. ഡച്ച് അധിനിവേശ പ്രദേശങ്ങൾ ഏതെല്ലാമായിരുന്നു? നാഗപട്ടണം, ചിൻസുര, അഹമ്മദാബാദ്, ബറോച്ച്. നാഗപട്ടണം, ചിൻസുര, അഹമ്മദാബാദ്, ബറോച്ച് എന്നിവ ഡച്ച് അധിനിവേശ പ്രദേശങ്ങളായിരുന്നു. ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? ഫ്രഞ്ച് പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം. പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ, ബീഹാർ, ഒറീസ. ബംഗാൾ, ബീഹാർ, ഒറീസ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ആര്? കോൺവാലിസ് പ്രഭു. റയറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയ പ്രദേശങ്ങൾ. റയറ്റ് വാരി, ദക്ഷിണേന്ത്യ, ഡെക്കാൻ. റയറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആര്? തോമസ് മൺറോ, അലക്സാണ്ടർ റീഡ് എന്നിവരാണ്. തോമസ് മൺറോ, അലക്സാണ്ടർ റീഡ്. മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയ പ്രദേശങ്ങൾ. ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ്. ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ്. മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആര്? ഹോൾട്ട് മക്കിൻസി. മഹൽവാരി സമ്പ്രദായം ഹോൾട്ട് മക്കിൻസി. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായങ്ങളുടെ പൊതു സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു? ഉയർന്ന നികുതി നിരക്ക്, നിർബന്ധിത നികുതി, കർഷകരിൽ നിന്നും നേരിട്ടുള്ള നികുതി പിരിവ്, നികുതി നൽകാതിരുന്നാൽ കൃഷിഭൂമി പിടിച്ചെടുക്കൽ. 1882 ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ആനന്ദമഠം. സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയവർ. ഭവാനി പഥക്, മജ്നു ഷാ. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കി 1860 ദീനബന്ധുമിത്ര രചിച്ച നാടകം നീലം കർഷകർ. നീലദർപ്പൺ. ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ഏത് ദിവസമായി ഇന്ത്യയിൽ ആചരിക്കുന്നു? ജൻജാതീയ ഗൗരവ് ദിവസ്, ഗോത്രാഭിമാന ദിനമായിട്ട് ആചരിക്കുന്നു. 2021 മുതലാണ് ഇത് ആചരിച്ചു തുടങ്ങിയത്. ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസ്. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതി. ഗാന്ധി സെ പെഹ്ലെ ഗാന്ധി രചിച്ചത് ഇക്ബാൽ ദുറാനി. ആരാണ് കേന്ദ്ര കഥാപാത്രം? ബിർസ മുണ്ട. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേതാ ദേവി രചിച്ച നോവൽ മഹാശ്വേതാ ദേവി. ആരണ്യർ അധികാർ എന്നത് ആരുടെ നോവലാണ്? മഹാശ്വേതാ ദേവിയുടെ നോവലാണ്. കേന്ദ്ര കഥാപാത്രം ബിർസ മുണ്ട. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം 1721 നടന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം തമിഴ്നാട്ടിലെ വെള്ളൂർ കലാപം 1806 നടന്ന തമിഴ്നാട്ടിലെ വെള്ളൂർ കലാപം. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആര്? വെല്ലസ്ലി പ്രഭു. ദത്തവകാശ നിരോധന നിയമം നടപ്പാക്കിയത് ആര്? ഡൽഹൌസി പ്രഭു. മംഗൾ പാണ്ഡെയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് എന്ന്? 1857 ഏപ്രിൽ 8. 1857 ഏപ്രിൽ 8. 1857 കലാപം ആരംഭിച്ചത് മീററ്റിലാണ്. ഉത്തർപ്രദേശിലെ മീററ്റിലാണ് 1857 കലാപം ആരംഭിച്ചത്.
1857 കലാപത്തെ തുടർന്ന് ഡൽഹി ചക്രവർത്തിയായത് ആര്? ബഹദൂർ ഷാ രണ്ടാമൻ. ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയവർ. ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ, ജനറൽ ബഖ്ത് ഖാൻ. ഝാൻസിയിൽ നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായി. കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബ് താത്യ തോപ്പി. ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മഹൽ. ബീഹാറിലെ ആറയിൽ നേതൃത്വം നൽകിയത് കൻവർ സിംഗ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടിരുന്നത് ആര്? ദാദാബായ് നവറോജി. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് കൊണ്ടുപോകുന്നുവെന്ന തന്റെ നിരീക്ഷണം അദ്ദേഹം ഏത് സിദ്ധാന്തത്തിലൂടെയാണ് അവതരിപ്പിച്ചത്? ചോർച്ചാ സിദ്ധാന്തത്തിലൂടെയാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആരുടെ കൃതിയാണ്? ദാദാബായ് നവറോജി. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ആര്? ദീനബന്ധു മിത്ര. ദീനബന്ധു മിത്ര രചിച്ച നീൽ ദർപ്പൺ എന്ന കൃതിയുടെ സാഹിത്യ രൂപം ഏത്? നീൽ ദർപ്പൺ ഒരു നാടകമാണ്. നാടകം. ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് പഠനം നടത്തിയ പ്രമുഖന്മാർ ആരെല്ലാമാണ്? ദാദാബായ് നവറോജി, R.C. ദത്ത, മഹാദേവ് ഗോവിന്ദ റാനഡെ. ഇവർ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കൾ ആയിരുന്നു. അടുത്ത ചോദ്യം, ശരീരത്തിന് ഉറപ്പും ആകൃതിയും നൽകുന്നത് എന്താണ്? അസ്ഥിക്കൂടമാണ്. അസ്ഥിക്കൂടത്തിന്റെ രണ്ട് പ്രധാന പ്രവർത്തനങ്ങൾ ഏതാണ്? ശരീരത്തിന് ഉറപ്പും ആകൃതിയും നൽകുക, ആന്തരാവയവങ്ങളെ സംരക്ഷിക്കുക. എത്ര അസ്ഥികൾ ചേർന്നതാണ് തലയോട്? തലയോട് 22 അസ്ഥികൾ ചേർന്നതാണ്. തലയോടിൽ ചലിപ്പിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു അസ്ഥി ഏത്? കീഴ്ത്താടിയെല്ല്. ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിപ്പിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിരയാണ് നട്ടെല്ല്. നട്ടെല്ലിലെ അസ്ഥികൾ അറിയപ്പെടുന്ന പേര് കശേരുക്കൾ. എത്ര കശേരുക്കൾ ചേർന്നതാണ് നട്ടെല്ല്? 33. സുഷുമ്നാ നാഡിയുടെ സംരക്ഷണ കവചം നട്ടെല്ല്. മനുഷ്യ ശരീരത്തിൽ എത്ര ജോഡി വാരിയെല്ലുകളാണ് ഉള്ളത്? 12 ജോഡി. ഓരോ കൈയിലും എത്ര അസ്ഥികൾ വീതമാണ് ഉള്ളത്? 32. മനുഷ്യ ശരീരത്തിൽ ഒരു കാലിൽ എത്ര അസ്ഥികളാണ് ഉള്ളത്? 31. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206. ജനന സമയത്തിൽ മനുഷ്യ ശരീരത്തിൽ ഏകദേശം എത്ര അസ്ഥികളാണ് ഉണ്ടാവുക? 300 അസ്ഥികളാണ്. രണ്ടോ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗം അറിയപ്പെടുന്നത് അസ്ഥിസന്ധി. കൈമുട്ടിലും കാൽമുട്ടിലും ഒരു വശത്തേക്ക് മാത്രം ചലിപ്പിക്കുവാൻ സാധിക്കുന്ന സന്ധി അറിയപ്പെടുന്നത് ബിജാഗിരി സന്ധി. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി ഏതാണ്? ബോൾ ആൻഡ് സോക്കറ്റ് സന്ധിയാണ്. ആരാണ് എക്സ്റേ കണ്ടുപിടിച്ചത്? ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനായ വിൽഹേം കോൺറാഡ് റോഡ്ജൻ. വിൽഹേം കോൺറാഡ് റോഡ്ജൻ. റോഡ്ജൻ എക്സ്റേ കണ്ടുപിടിച്ച വർഷം 1895. എക്സ്റേക്ക് മാംസപേശികളിലൂടെ കടന്നു പോകുവാൻ കഴിയുമോ? കഴിയും. എക്സ്റേക്ക് മാംസപേശികളിലൂടെ കടന്നു പോകുവാൻ കഴിയും. എക്സ്റേക്ക് എല്ലുകളിലൂടെ കടന്നു പോകുവാൻ കഴിയുമോ? ഇല്ല, എക്സ്റേക്ക് എല്ലുകളിലൂടെ കടന്നു പോകുവാൻ കഴിയില്ല. നമ്മുടെ ചെവിക്ക് എത്ര ഭാഗങ്ങളാണ് ഉള്ളത്? 3 ഭാഗങ്ങൾ. ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം.
മധ്യകർണത്തിലെ 3 ചെറിയ അസ്ഥികൾ ഏതെല്ലാമാണ്? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ശബ്ദം കേൾക്കാൻ സഹായിക്കുന്നത് എന്ത്? മധ്യകർണത്തിലെ അസ്ഥികളുടെ കമ്പനം. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ്. ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? തുടയെല്ലാണ്. കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന യൂറോപ്യർ? പോർച്ചുഗീസുകാർ. കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ആരാണ്? വാസ്കോഡഗാമ. വാസ്കോഡഗാമ കപ്പൽ യാത്ര ആരംഭിച്ച സ്ഥലം? ആരംഭിച്ചത് ലിസ്ബണിൽ നിന്നുമാണ്. പോർച്ചുഗലിലെ ലിസ്ബൺ. വാസ്കോഡഗാമ പിന്നിട്ട വൻകരകൾ ഏതൊക്കെയാണ്? യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ. യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ. വാസ്കോഡഗാമ പിന്നിട്ട സമുദ്രങ്ങൾ ഏതൊക്കെയാണ്? അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ സമുദ്രം. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്ത വർഷം? കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചെടുത്തത് 1453. വാസ്കോഡഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേരാൻ ഉപയോഗിച്ച കപ്പലുകൾ ഏതെല്ലാമാണ്? 3 കപ്പലുകളാണ്. സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ. സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ. വാസ്കോഡഗാമ കോഴിക്കോട് കാപ്പാട് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്ന വർഷം? 1498. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയങ്കോട്ട പിടിച്ചെടുത്തത്? കുഞ്ഞാലി മൂന്നാമൻ. കുഞ്ഞാലി മൂന്നാമൻ. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം? 1741. 1741. കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട വിദേശ ശക്തി ഡച്ചുകാരാണ്. കുളച്ചൽ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ്? ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ്. ഡച്ചുകാർ, മാർത്താണ്ഡവർമ്മ. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്? സമ്പാദ് കൗമുദി, മിറാത്ത് ഉൽ അക്ബർ. സമ്പാദ് കൗമുദി ഏത് ഭാഷയിലെ പത്രമാണ്? ബംഗാളി ഭാഷയാണ്. മിറാത്ത് ഉൽ അക്ബർ പേർഷ്യൻ ഭാഷയിലെ പത്രമാണ്. സമ്പാദ് കൗമുദി, മിറാത്ത് ഉൽ അക്ബർ. ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ച വ്യക്തി ആരാണ്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയുടെ ജന്മസ്ഥലം ബംഗാൾ. മഹാരാഷ്ട്രയിൽ ജാതി വിവേചനത്തിനും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? ജ്യോതിറാവ് ഫുലെ. സത്യശോധക് സമാജ് സ്ഥാപിച്ചത്? ജ്യോതിറാവ് ഫുലെ. പണ്ഡിത രമാബായിക്ക് പണ്ഡിത എന്ന ബഹുമതി ലഭിക്കാൻ കാരണം എന്താണ്? സംസ്കൃത ഭാഷയിലുള്ള അവരുടെ അഗാധമായ പാണ്ഡിത്യം പരിഗണിച്ച് കൊൽക്കത്തയിലെ അധ്യാപകരാണ് പണ്ഡിത എന്ന ബഹുമതി നൽകിയത്. ഏത് ഭാഷയാണ്? സംസ്കൃത ഭാഷ. വിധവകളുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിനായി രമാബായി ആരംഭിച്ച 2 സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ്? ആര്യ മഹിളാ സമാജ്, അതുപോലെ ശാരദാ സദൻ. ആര്യ മഹിളാ സമാജ്, ശാരദാ സദൻ. ഇത് സ്ഥാപിച്ചത് പണ്ഡിത രമാബായി ആണ്. വിധവകളുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിനായി. വിധവകൾക്കായിട്ട് പണ്ഡിത രമാബായി ആരംഭിച്ച അഭയ കേന്ദ്രം ഏത് എന്ന് ചോദിച്ചാൽ ശാരദാ സദനാണ്. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകാൻ രമാബായി ആരംഭിച്ച പദ്ധതിയാണ് മുക്തി മിഷൻ. രമാബായി ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് പങ്കെടുത്തത്? 1889
ബോംബെയിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലാണ് രമാബായി പങ്കെടുത്തത്. 1889 ബോംബെയിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആരാണ്? ആത്മാറാം പാണ്ഡുരംഗാണ്. ആര്യ സമാജം സ്ഥാപിച്ചത് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആര്? രാജാറാം മോഹൻ റോയ്. അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആര്? തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവറ്റ്സ്കി, കേണൽ ഓൾക്കോട്ട് എന്നിവരാണ്. മാഡം ബ്ലാവറ്റ്സ്കി, കേണൽ ഓൾക്കോട്ട്. തിയോസഫിക്കൽ സൊസൈറ്റി. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആര്? രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. ഹിതകാരുണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗം പന്തലു. സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത് ആര്? ഇ വി രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് ആര്? ശ്രീനാരായണ ഗുരു. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളി. 1885 ഡിസംബർ 28 ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ബോംബെയില് ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചാണ്. ബോംബെയില് ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ്. 1885 ഡിസംബർ 28. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ എത്ര പേരാണ് പങ്കെടുത്തത്? 72. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? WC ബാനർജി. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ആരാണ്? സർ സി ശങ്കരൻ നായർ. സർ സി ശങ്കരൻ നായർ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായത് ഏത് വർഷത്തിലാണ്? 1897. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് സർ സി ശങ്കരൻ നായർ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായത്? അമരാവതി സമ്മേളനം. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് എന്ന്? 1905 ഒക്ടോബർ 16. ബംഗാൾ കെമിക്കൽ സ്റ്റോർ ആരംഭിച്ചത് ആര്? ആചാര്യ PC റോയ്. സ്വദേശി സ്റ്റോർ ആരംഭിച്ചത് ആര്? രവീന്ദ്രനാഥ് ടാഗോർ. സ്വദേശി സ്റ്റീവും നാവിഗേഷൻ കമ്പനിക്ക് നേതൃത്വം കൊടുത്തത്? സ്വദേശി സ്റ്റീവ് നാവിഗേഷൻ കമ്പനിക്ക് നേതൃത്വം കൊടുത്തത് വി ചിദംബരം പിള്ള. ലാൽ ബാൽ പാൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരൊക്കെയാണ്? ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന് ഉദാഹരണമായിട്ടുള്ള സംഭവങ്ങൾ ഏതെല്ലാമാണ്? ബംഗാൾ വിഭജനവും മിന്റോ മോർലി പരിഷ്കാരങ്ങളും. ബംഗാൾ വിഭജനവും മിന്റോ മോർലി പരിഷ്കാരങ്ങളും. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ വനിത ആരായിരുന്നു? ആനി ബസന്റ്. അനുശീലൻ സമിതിയുടെ പ്രവർത്തനം എവിടെയായിരുന്നു? ആരായിരുന്നു നേതൃത്വം നൽകിയത്? ബംഗാളിലാണ്. അനുശീലൻ സമിതിയുടെ പ്രവർത്തനം എവിടെയായിരുന്നു? ബംഗാളിൽ. നേതൃത്വം നൽകിയത് സച്ചീന്ദ്രനാഥ് സന്യാൽ, അരബിന്ദോ ഘോഷ് എന്നിവരാണ്. സച്ചീന്ദ്രനാഥ് സന്യാൽ, അരബിന്ദോ ഘോഷ്. ഭാരത് മാതാ അസോസിയേഷൻ പ്രവർത്തിച്ചിരുന്ന സ്ഥലം? ഭാരത് മാതാ അസോസിയേഷൻ. അതിന് നേതൃത്വം നൽകിയവർ ആരെല്ലാം? ഭാരത് മാതാ അസോസിയേഷൻ മദ്രാസിലാണ്. നേതൃത്വം നൽകിയത് നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ എന്നിവരാണ്. നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ. യുഗാന്തർ പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ ആരെല്ലാമായിരുന്നു? യുഗാന്തർ പാർട്ടി റാഷ് ബിഹാരി ബോസ്, ഖുദിറാം ബോസ്. റാഷ് ബിഹാരി ബോസ്, ഖുദിറാം ബോസ്. ഗദ്ദർ പാർട്ടി എവിടെയാണ് സ്ഥാപിച്ചത്? അതിന് നേതൃത്വം നൽകിയത് ആര്? ഗദ്ദർ പാർട്ടി അമേരിക്കയിലാണ് നേതൃത്വം നൽകിയത് ലാല ഹർദയാർ.
നമുക്ക് ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന പോഷക പദാർത്ഥങ്ങൾ ഏതെല്ലാം? കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ. കാർബോഹൈഡ്രേറ്റുകളുടെ പ്രധാനമായ പ്രവർത്തനം എന്താണ്? ശരീരത്തിന് ഊർജം നൽകുക. കാർബോഹൈഡ്രേറ്റുകളുടെ രാസഘടകം ഏതാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബോഹൈഡ്രേറ്റുകൾ ശരീരത്തിൽ അധികമായി ലഭിച്ചാൽ എന്ത് സംഭവിക്കും? കൊഴുപ്പായി സംഭരിക്കും. അന്നജത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റിന്റെ പേര് അയോഡിൻ ടെസ്റ്റ്. എന്തിന്റെ സാന്നിധ്യമാണ്? അന്നജം. അന്നജമുള്ള ഭക്ഷണവസ്തുവിൽ അയോഡിൻ ചേർത്ത് ലഭിക്കുന്ന നിറം ഇരുണ്ട നീല നിറമാണ്. അന്നജത്തിന്റെ അളവനുസരിച്ച് നീല നിറത്തിന്റെ കാഠിന്യത്തിൽ വ്യത്യാസമുണ്ടാക്കുന്നു. ചെറുധാന്യങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്ന വിളകളാണ്? ചെറുധാന്യങ്ങൾ മില്ലറ്റ്സ്. പുല്ലുവർഗത്തിൽപ്പെടുന്ന വിളകളാണ് പുല്ലുവർഗം. അരി, ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് ചെറുധാന്യങ്ങളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ എന്തൊക്കെയാണ്? പ്രോട്ടീൻ, വിറ്റാമിൻ, ധാതു ലവണങ്ങൾ. പ്രോട്ടീൻ, വിറ്റാമിൻ, ധാതു ലവണങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. പ്രധാന ചെറുധാന്യങ്ങൾ ഏതൊക്കെയാണ്? റാഗി, ബജ്ര, തിന, ചോളം, ചാമ. റാഗി, ബജ്ര, തിന, ചോളം, ചാമ. ശരീര നിർമ്മാണത്തിനും വളർച്ചയ്ക്കും ആവശ്യമായ പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ. മാംസം, മത്സ്യം, മുട്ട, പാൽ, പയർവർഗ്ഗങ്ങൾ എന്നിവയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം പ്രോട്ടീൻ. പ്രോട്ടീനിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? കോഷിയോക്കർ, മരാസ്മസ്. കോഷിയോക്കർ, മരാസ്മസ്. ഒരേ അളവിൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ് എന്നിവയിൽ ഏതാണ് കൂടുതൽ ഊർജം നൽകുന്നത്? കൊഴുപ്പാണ്. കൊഴുപ്പിന്റെ ഒരു രൂപം ഏതാണ്? കൊഴുപ്പിന്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ. വിറ്റാമിൻ എ. കണ്ണ്, ത്വക്ക്, തലമുടി. വിറ്റാമിൻ എ. തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ ബി. തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക്. പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യം നിലനിർത്താനും രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്ന വിറ്റാമിൻ സി. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിൽ സഹായിക്കുന്ന രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതുമായ വിറ്റാമിൻ ഏത്? വിറ്റാമിൻ ഡി. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതുമായ വിറ്റാമിൻ ഡി. നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ. നാഡികൾ. വിറ്റാമിൻ ഇ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിൻ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കുന്നതിന് വിറ്റാമിൻ കെ. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏത്? സൂര്യപ്രകാശം. വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ കുറവ് കുട്ടികളിൽ ഉണ്ടാക്കുന്ന രോഗം ഏത്? കുട്ടികളിൽ ഉണ്ടാക്കുന്ന രോഗമാണ് കാണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ ബിയും സിയും. വിറ്റാമിൻ ബി, സി. കൊഴുപ്പിൽ മാത്രം ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? എ, ഡി, ഇ, കെ. എ, ഡി, ഇ, കെ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ. ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന പ്രധാന ധാതു അയൺ അല്ലെങ്കിൽ ഇരുമ്പ്. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ഏത്? കാൽഷ്യം. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ധാതു ഏതാണ്? അയഡിൻ. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ധാതു കാൽഷ്യം. വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം നിശാന്തത. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം മോണയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുന്ന അവസ്ഥയുടെ പേര് സ്കർവി.
നാവ് വീങ്ങുകയും നാവിലെ തൊലി ഇളകുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഗ്ലോസിറ്റീസ്. ഇത് ഏത് വിറ്റാമിന്റെ കുറവ് കാരണമാണ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ ബി. കണ എന്ന രോഗം ഏത് വിറ്റാമിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നു? വിറ്റാമിൻ ഡി. അയൺ എന്ന ധാതുവിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം അനീമിയ അല്ലെങ്കിൽ വിളർച്ച. ശരീരത്തിൽ അയോഡിന്റെ കുറവുണ്ടായാൽ വരുന്ന രോഗം ഗോയിറ്റർ. ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം ഏത് ധാതുവിന്റെ കുറവ് കാരണമാണ് ഉണ്ടാകുന്നത്? ഓസ്റ്റിയോപൊറോസിസ്. കാൽഷ്യം. ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് കലോറി. ഒരു പുരുഷന് ഒരു ദിവസം ശരാശരി എത്ര കലോറി ഊർജം ആവശ്യമാണ്? 1900 മുതൽ 2400 കലോറി വരെ. ഒരു സ്ത്രീക്ക് ഒരു ദിവസം ശരാശരി എത്ര കലോറി ഊർജം ആവശ്യമാണ്? 1600 മുതൽ 2000 കലോറി വരെ. ഒരു മുതിർന്ന കുട്ടിക്ക് ഒരു ദിവസം ശരാശരി എത്ര കലോറി ഊർജം ആവശ്യമാണ്? 1200 മുതൽ 1400 കലോറി വരെ. ഭക്ഷണത്തിലെ അടിസ്ഥാന പോഷക ഘടകം എന്താണ്? പോഷക വസ്തുക്കൾ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ആണ്. ശരീരത്തിന് കൂടുതൽ അളവിൽ ആവശ്യമുള്ള പോഷകങ്ങളെ എന്ത് വിളിക്കുന്നു? സ്ഥൂല പോഷകങ്ങൾ അഥവാ മാക്രോ ന്യൂട്രിയൻസ്. സ്ഥൂല പോഷകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ്, കൂടുതൽ അളവിൽ ആവശ്യമുള്ളവ. ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായ പോഷകങ്ങൾ ഏതൊക്കെയാണ്? സൂക്ഷ്മ പോഷകങ്ങൾ അഥവാ മൈക്രോ ന്യൂട്രിയൻസ്. സൂക്ഷ്മ പോഷകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? വിറ്റാമിനുകൾ, ധാതുക്കൾ, ലവണങ്ങൾ. ഒരു പ്രായപൂർത്തിയായ ആളുടെ ശരീരഭാരത്തിന്റെ എത്ര ശതമാനമാണ് പ്രോട്ടീൻ? 20%. പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്ന ലഘു ഘടകങ്ങൾ ഏവ? അമിനോ ആസിഡുകൾ. മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ നിർമ്മിക്കാൻ ആവശ്യമായ അമിനോ ആസിഡുകളുടെ എണ്ണം എത്രയാണ്? 20 ആണ്. 20 അമിനോ ആസിഡുകൾ. എസെൻഷ്യൽ അമിനോ ആസിഡുകൾ എന്നറിയപ്പെടുന്നത് എത്ര എണ്ണമാണ്? 9 എസെൻഷ്യൽ അമിനോ ആസിഡുകൾ. എസെൻഷ്യൽ അമിനോ ആസിഡുകൾ ശരീരത്തിൽ എങ്ങനെയാണ് ലഭിക്കുന്നത്? പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണത്തിലൂടെയാണ്. പ്രോട്ടീൻ എന്ന സംയുക്തത്തിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ ഏതെല്ലാം? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ. കൊളസ്ട്രോൾ രക്തത്തിലൂടെ സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്നത് എന്ത്? ലിപ്പോ പ്രോട്ടീനുകൾ എന്ന വാഹക പ്രോട്ടീനുകളാണ്. കൊളസ്ട്രോൾ രക്തത്തിലൂടെ സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്നത് ലിപ്പോ പ്രോട്ടീനുകൾ എന്ന വാഹക പ്രോട്ടീനുകൾ. കൊളസ്ട്രോളിനെ എത്ര തരം ലിപ്പോ പ്രോട്ടീനുകളായി തരംതിരിച്ചിരിക്കുന്നു? അവ ഏതെല്ലാം? 2 തരമാണ്, LDL, HDL എന്നിവ. ചീത്ത കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? LDL ആണ്. ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ. LDL, ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ. നല്ല കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? നല്ല കൊളസ്ട്രോൾ HDL, ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ. ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ. പോഷക ഘടകമായി കണക്കാക്കാൻ സാധിക്കാത്തതും എന്നാൽ ശരീരത്തിന് അത്യാവശ്യമായതുമായ ഒരു ഘടകമാണ് നാരുകൾ. നാരുകൾ എത്ര തരമുണ്ട്? അവ ഏതെല്ലാം? നാരുകൾ 2 തരമാണ്, വെള്ളത്തിൽ ലയിക്കുന്നതും പിന്നെ ലയിക്കാത്തതും. വെള്ളത്തിൽ ലയിക്കുന്ന നാരുകൾ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതെല്ലാമാണ്? കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ്, ഓട്സ്, പരിപ്പ് തുടങ്ങിയവ. വെള്ളത്തിൽ ലയിക്കുന്ന നാരുകൾക്ക് ദഹനം എങ്ങനെയാണ് സാധ്യമാകുന്നത്? വൻകുടലിലെ ബാക്ടീരിയകളുടെ സഹായത്തോടെയാണ്. വൻകുടലിലെ ബാക്ടീരിയകളുടെ സഹായത്തോടെയാണ്
വെള്ളത്തിൽ ലയിക്കുന്ന നാരുകൾക്ക് ദഹനം സാധ്യമാക്കുന്നത്. വെള്ളത്തിൽ ലയിക്കുന്ന നാരുകളുടെ ഒരു പ്രധാന ധർമ്മം എന്താണ്? കൊഴുപ്പിന്റെ ആഗിരണം തടഞ്ഞ് രക്തത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. വെള്ളത്തിൽ ലയിക്കാത്ത നാരുകളുടെ പ്രാധാന്യം എന്താണ്? ആരോഗ്യ പരിപാലനത്തിനും ജീവിതശൈലി രോഗനിയന്ത്രണത്തിനും സഹായിക്കുന്നു. സൂര്യൻ കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നതായി നമുക്ക് അനുഭവപ്പെടുവാൻ കാരണം ഭൂമിയുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതുകൊണ്ട്. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് 23.5 ഡിഗ്രി. സൗരയൂഥത്തിൽ ഭ്രമണദിശ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടുള്ള ഗ്രഹങ്ങൾ: ശുക്രൻ, യുറാനസ്. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണദിശ. ഒരു ഭ്രമണം പൂർത്തിയാക്കുവാൻ ഭൂമി എടുക്കുന്ന സമയം 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ഭൂമിയിൽ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖ. ഭൂമിയിൽ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖ പ്രകാശവൃത്തം. ഇരു അർദ്ധഗോളങ്ങളിലും സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനമുണ്ടാകുന്നു കാരണം കോറിയോലിസ് ബലമാണ്. ഇരു അർദ്ധഗോളങ്ങളിലും സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനമുണ്ടാകുന്നു കാരണം കോറിയോലിസ് ബലം. കോറിയോലിസ് പ്രഭാവത്താൽ സമുദ്രജല പ്രവാഹങ്ങളും കാറ്റുകളും ഉത്തരാർദ്ധഗോളത്തിൽ ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത്? വലതുവശത്തേക്കാണ്. വലതുവശം. കോറിയോലിസ് പ്രഭാവത്താൽ സമുദ്രജല പ്രവാഹങ്ങളും കാറ്റുകളും ദക്ഷിണാർദ്ധഗോളത്തിൽ ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത്? ഇടതുവശത്തേക്കാണ്. കോറിയോലിസ് പ്രഭാവത്താൽ സമുദ്ര പ്രവാഹങ്ങളും കാറ്റുകളും ഉത്തരാർദ്ധഗോളത്തിൽ വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നു എന്ന് കണ്ടെത്തിയ നിയമം ഏതാണ്? ഫെറൽ നിയമമാണ്. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതിനോടൊപ്പം സൂര്യന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. പരിക്രമണം. ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് ആവശ്യമായ ദിവസം 365 ദിവസങ്ങൾ. എത്ര ദിവസങ്ങളാണ് അധിവർഷത്തിൽ ഉള്ളത്? 366. ഭൂമിയുടെ അച്ചുതണ്ട് ഒരു വൃത്തം പൂർത്തിയാക്കാൻ ഏകദേശം എത്ര വർഷം എടുക്കുന്നു? ഏകദേശം 26,000 വർഷം. ഭൂമിയുടെ ഭ്രമണവും പരിക്രമണവും പോലെ തന്നെയുള്ള അച്ചുതണ്ടിന്റെ ഭ്രമണമാണ് പുരസരണം എന്നത്. പുരസരണം. എന്തുകൊണ്ടാണ് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന് വ്യത്യാസം വരുന്നത്? ഭൂമിയുടെ സഞ്ചാരപഥം ദീർഘവൃത്താകൃതിയിൽ ആയതുകൊണ്ട്. ഒരു പരിക്രമണ വേളയിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്നതിനെ എന്തു പറയുന്നു? സൗരസമീപകം അഥവാ പെരിഹീലിയൻ. സൗരസമീപകത്തിൽ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഏകദേശ ദൂരം എത്രയാണ്? അത് ഏത് മാസത്തിലാണ് സംഭവിക്കുന്നത്? ദൂരം ഏകദേശം 147 ദശലക്ഷം കിലോമീറ്റർ. ജനുവരി മാസത്തില് ജനുവരി 3-നാണ് ഏറ്റവും അടുത്ത് വരുന്നത്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ വരുന്നത്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലായിരിക്കുന്നതിന് എന്തു പറയുന്നു? സൂര്യോച്ചം, അപ്ഹീലിയൻ. സൂര്യോച്ചത്തിൽ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഏകദേശ ദൂരം എത്രയാണ്? ഏകദേശം 152 ദശലക്ഷം കിലോമീറ്റർ. ഏത് മാസത്തിലാണ് സംഭവിക്കുന്നത്? ജൂലൈ മാസത്തിൽ, ജൂലൈ 4-ാം തീയതി. ഭൂമിയുടെ പരിക്രമണ വേഗത എത്രയാണ്? ഒരു സെക്കൻഡിൽ ഏകദേശം 30 കിലോമീറ്റർ. ഭൂമധ്യരേഖയിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന ദിനങ്ങൾ ഏതൊക്കെയാണ്? മാർച്ച് 21, സെപ്റ്റംബർ 23.
വിഷുവങ്ങൾ എന്നറിയപ്പെടുന്ന ദിനങ്ങളുടെ പ്രത്യേകത എന്ത്? 2 അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം എന്തായിരിക്കും? തുല്യമായിരിക്കും. വിഷുവങ്ങൾ. മാർച്ച് 21 ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വസന്ത വിഷുവം. സെപ്റ്റംബർ 23 ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശരത് വിഷുവം. ഉത്തരാർദ്ധഗോളത്തിൽ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള കാലയളവിൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനമാറ്റം ഏത് ദിശയിലേക്കാണ്? വടക്ക് ഉത്തരായന രേഖ വരെയാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും കുറഞ്ഞ രാത്രിയും അനുഭവപ്പെടുന്ന ദിവസം ഏതാണ്? ജൂൺ 21. ജൂൺ 21 ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗ്രീഷ്മ അയനാന്ത ദിനം. മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം ഉത്തരാർദ്ധഗോളത്തിൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനമായതുകൊണ്ട് ഈ കാലയളവിൽ ഉത്തരാർദ്ധ ധ്രുവ പ്രദേശങ്ങളിൽ എന്ത് പ്രത്യേകതയാണ് ഉണ്ടാവുക? 6 മാസക്കാലം തുടർച്ചയായിട്ട് പകൽ വെളിച്ചം ഉണ്ടാക്കും. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഏത് രേഖ വരെയാണ് വടക്കോട്ട് നീങ്ങുന്നത്? ഉത്തരായന രേഖ വരെയാണ്. സൂര്യൻ അതിന്റെ അച്ചുതണ്ടിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? 27 ദിവസങ്ങൾ. സൂര്യൻ ഉൾപ്പെടുന്ന സൗരയൂഥം ക്ഷീരപഥത്തിന്റെ കേന്ദ്രത്തെ പരിക്രമണം ചെയ്യാൻ ഏകദേശം എത്ര വർഷങ്ങൾ എടുക്കുന്നു? 230 മുതൽ 250 ദശലക്ഷം വർഷങ്ങൾ വരെ. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയുള്ള കാലയളവിൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഏത് ദിശയിലേക്കാണ്? തെക്കോട്ട് ദക്ഷിണായന രേഖ വരെയാണ്. ദക്ഷിണാർദ്ധഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും കുറഞ്ഞ രാത്രിയും അനുഭവപ്പെടുന്ന ദിവസം ഡിസംബർ 22. ഡിസംബർ 22 ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശൈത്യ അയനാന്ത ദിനം. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ നിലനിൽക്കുന്ന 6 മാസക്കാലം ഉത്തരാർദ്ധ ധ്രുവ പ്രദേശങ്ങളിൽ എന്ത് പ്രത്യേകതയാണ് ഉണ്ടാവുക? 6 മാസക്കാലം തുടർച്ചയായിട്ട് ഇരുട്ടായിരിക്കും. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഏത് രേഖ വരെയാണ് തെക്കോട്ട് ചലനം നടത്തുന്നത്? ദക്ഷിണായന രേഖ വരെ. ധ്രുവ പ്രദേശങ്ങളിൽ ശൈത്യകാലങ്ങളിൽ കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസം ധ്രുവദീപ്തി, അറോറ. ഉത്തര ധ്രുവ ഭാഗങ്ങളിൽ ധ്രുവദീപ്തിക്ക് നൽകിയിരിക്കുന്ന പേര് അറോറ ബോറിയാലിസ്. ദക്ഷിണ ധ്രുവ ഭാഗങ്ങളിൽ ധ്രുവദീപ്തിക്ക് നൽകിയിരിക്കുന്ന പേര് അറോറ ഓസ്ട്രാലിസ്. ഉത്തരാർദ്ധഗോളത്തിലെ ഗ്രീഷ്മകാലത്തിൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനത്തിന് എന്ത് മാറ്റമുണ്ടാകും? ഉത്തരായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക്. ദക്ഷിണാർദ്ധഗോളത്തിൽ ശരത്കാലമായിരിക്കുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ഏത് ഋതുവാണ്? വസന്തകാലമാണ്. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ദക്ഷിണാർദ്ധഗോളത്തിലെ ഏത് ഋതുവാണ്? വസന്തകാലം. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ദക്ഷിണായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് നീങ്ങുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിലെ ഏത് ഋതുവാണ്? ഗ്രീഷ്മകാലം. ഭൂമിക്ക് 15 ഡിഗ്രി തിരിയുവാൻ എത്ര സമയം വേണം? 15 ഡിഗ്രി 1 മണിക്കൂർ. 1 ഡിഗ്രി രേഖാംശം കടക്കാൻ ഭൂമിക്ക് എത്ര സമയം വേണം? 4 മിനിറ്റ്. ഓരോ ഡിഗ്രി രേഖാംശ വ്യത്യാസത്തിനും അനുപാതികമായ സമയ വ്യത്യാസം എത്രയാണ്? 4 മിനിറ്റ്. 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ജയ്പൂർ മഹാരാജാവായിരുന്ന ജയ്സിംഗ് രണ്ടാമൻ നിർമ്മിച്ച ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രം ഏതാണ്? ജന്തർ മന്ദിർ ആണ്. ഇന്ത്യയിലെ 5 ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രങ്ങളിൽ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതും ഏതാണ്? ജയ്പൂരിലെ ജന്തർ മന്ദിർ ആണ്. ജയ്പൂരിലെ ജന്തർ മന്ദിർ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഏത് വർഷമാണ്? 2010 2010. ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറും അറ്റത്തുള്ള സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഏകദേശ രേഖാംശ വ്യത്യാസം എത്രയാണ്? ഏകദേശം 30 ഡിഗ്രി രേഖാംശ വ്യത്യാസമാണ്. ഇന്ത്യയുടെ മാനക സമയമായി കണക്കാക്കുന്നത് ഏത് സമയം? മാനക സമയം 82.5 ഡിഗ്രി
30 കിഴക്ക് രേഖാംശ രേഖയിലുള്ള പ്രാദേശിക സമയം. 82.5 30 കിഴക്ക് രേഖാംശ രേഖയിലുള്ള പ്രാദേശിക സമയം. അന്താരാഷ്ട്ര ധാരണ പ്രകാരം ലോകത്തെ എത്ര സമയമേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്? 24. ഓരോ സമയമേഖലയും തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണ്? 1 മണിക്കൂർ. ഓരോ സമയമേഖലയിലും എത്ര രേഖാംശ വ്യത്യാസമാണുള്ളത്? 15 രേഖാംശ വ്യാപ്തി. ഉറുദു കൃതികളായ ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ് എന്നിവ രചിച്ചത് അൽതാഫ് ഹുസൈൻ ഹാലിം. മറാത്തി കൃതിയായ നിബന്ധമാല രചിച്ചത് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നിവ രചിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ. അമരീന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് എവിടെയാണ്? കൊൽക്കത്ത. ഗ്രാമീണ ചണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ്? നന്ദലാൽ ബോസ്. ബംഗാളി എന്ന പത്രത്തിന്റെ സ്ഥാപകൻ സുരേന്ദ്രനാഥ് ബാനർജി. അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. വന്ദേ മാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ലാലാ ലജ്പത് റായ്. യങ് ഇന്ത്യ, ഹരിജൻ എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത് മഹാത്മാഗാന്ധി. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുവാനിടയാക്കിയ സന്ധി ശ്രീരംഗപട്ടണം സന്ധി. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പിട്ട വർഷം 1792. കേരളം പൂർണ്ണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായത് ഏത് നൂറ്റാണ്ടോടെയാണ്? 18-ാം നൂറ്റാണ്ട്. കേരള സിംഹം എന്നറിയപ്പെട്ടതാരാണ്? പഴശ്ശിരാജയാണ്. ബ്രിട്ടീഷ് രേഖകളിൽ പഴച്ചി രാജ എന്നും കൊട്ടിയൂട്ട് രാജ എന്നും വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് പഴശ്ശിരാജ. പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതിയത് ആര്? സർദാർ KM പണിക്കർ. പഴശ്ശിരാജ മരണപ്പെട്ട ദിവസം 1805 നവംബർ 30. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809 ജനുവരി 11. കുണ്ടറ വിളംബരം നടത്തിയത് ആര്? വേലുത്തമ്പി ദളവ. കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാർ. കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത നിലവിൽ വന്ന വർഷം 1861. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? ബേപ്പൂർ മുതൽ തിരൂർ വരെ. മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ലോഗൻ കമ്മീഷൻ. മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയ വർഷം 1929. 1929 മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത് ഏത് കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ്? ലോഗൻ കമ്മീഷൻ. തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം 1865. കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം 1914. ബ്രിട്ടീഷുകാരനായ കൊനോലിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കൊനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം നിലമ്പൂർ. കേരളത്തിൽ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായ വർഷം 1859. 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത്? ആലപ്പുഴയിലാണ്. ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏത്? കേരളത്തിൽ നെടുങ്ങാടി ബാങ്ക്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. മലയാളത്തിൽ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരി. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം. കേരളത്തിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖലയായിരുന്നത് തിരുവിതാംകൂർ. കേരളത്തിൽ ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖലകൾ
കൊച്ചി, തിരുവിതാംകൂർ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖലയായിരുന്നത് മലബാർ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദൻ. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികൾ. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദൻ. സഹോദര പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് സഹോദരൻ അയ്യപ്പൻ. അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പൻ. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് മനത്ത് പത്മനാഭൻ. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാട്. പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ കുമാരഗുരുദേവൻ. ദൈവദശകം, ആത്മോപദേശ ശതകം എന്നിവ ആരുടെ കൃതികൾ ആണ്? ശ്രീനാരായണ ഗുരു. ചാന്നാർ കലാപം നടന്ന വർഷം 1859. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം 1888. ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരതയേന വാഴുന്ന മാതൃകാ സ്ഥാപനമാണിത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് ക്ഷേത്രത്തിന് മുന്നിലാണ്? അരുവിപ്പുറം ക്ഷേത്രം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാനും സംഘടന കൊണ്ട് ശക്തരാകുവാനും ഉദ്ബോധിപ്പിച്ചത് ശ്രീനാരായണ ഗുരു. വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരു. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടത് വൈക്കം സത്യാഗ്രഹം. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് TK മാധവൻ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത് ആരാണ്? മനത്ത് പത്മനാഭനാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് K കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലൻ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936 നവംബർ 12. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? പാലക്കാട്. 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര്? ആനി ബസന്റ് ആണ്. മലബാർ കലാപം നടന്ന വർഷം 1921. 1930 പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? K കേളപ്പനാണ്. 1930 കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ ആണ്. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ചേറ്റൂർ ശങ്കരൻ നായർ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ 10,000-ലധികം പേർ ഒപ്പിട്ട മലയാളി മെമ്മോറിയൽ മഹാരാജാവിന് സമർപ്പിച്ച വർഷം 1891. ഡോക്ടർ പൽപ്പു ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1896. നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ച വർഷം 1932. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ 1932 നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു. NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്തരവാദ ഭരണത്തിനായുള്ള ഈ സമരം നടന്നത്.
1932. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടപ്പോൾ പ്രസിഡന്റ് ആയിരുന്നത് പട്ടം താണുപിള്ള. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിത AV കുട്ടിമാളു അമ്മ. എവിടെയാണ്? മലബാറിൽ. തിരുവിതാംകൂറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? അക്കാമാചെറിയൻ, ആനി മസ്ക്രിൻ. എവിടെയാണ്? തിരുവിതാംകൂറിൽ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കുവാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനം. 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര്? ടി പ്രകാശമാണ്. ടി പ്രകാശം. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ടി പ്രകാശം. തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ച വർഷം 1949 ജൂലൈ 1. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് EMS നമ്പൂതിരിപ്പാട്. കേരള സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ 4 താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് കേരളത്തോട് കൂട്ടിച്ചേർത്തത്? കാസർഗോഡ്, ഹോസ്ദുർഗ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏകദേശം എത്ര ശതമാനമാണ് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നത്? 63%. ബംഗാളിൽ കർഷകർ സംഘടിച്ച നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ച വർഷം 1859. മാപ്പിള കലാപകാലത്ത് അന്നത്തെ കലാപകാരികൾ കൊലപ്പെടുത്തിയ മലബാറിലെ മജിസ്ട്രേറ്റ് കനോലി. മാപ്പിള കലാപ സമയത്ത് കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി രൂപീകരിച്ച പ്രത്യേക പോലീസ് സേന മലബാർ സ്പെഷ്യൽ പോലീസ്. ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായി പരന്നുകിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചിരുന്ന ഗോത്ര ജനത സാന്താൾമാർ. ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ്? ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയവർ സിദ്ധു, കാനു എന്നിവർ. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ സിദ്ധുവിനെയും കാനുവിനെയും ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2002. കുറിച്യ കലാപം നടന്ന വർഷം 1812. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പി. 1 മാസം കൂടി പിടിച്ചു നിൽക്കുവാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. കുറിച്യ കലാപത്തെക്കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആരാണ്? TH ബേബറാണ്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിച്ചത് മീററ്റിലെ ശിപ്പായിമാരാണ്. മീററ്റിലെ ശിപ്പായിമാർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും. ഇങ്ങനെ പ്രഖ്യാപിച്ചത് ആര്? ബാലഗംഗാധര തിലക്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് VO ചിദംബരം പിള്ള. APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥയുടെ പേര് അഗ്നിച്ചിറകുകൾ. ജാതി മത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത്. ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച സാമൂഹിക നേതാവ് ആര്? ജ്യോതിറാവു ഫുലെ. പുണെ യൂണിവേഴ്സിറ്റിയെ പുനർനാമകരണം ചെയ്തത് ഏതു പേരിലാണ്? സാവിത്രി ബായ് ഫുലെ പുണെ യൂണിവേഴ്സിറ്റി.
ഡോക്ടർ എ അയ്യപ്പൻ ജനിച്ച വർഷം 1905 ഫെബ്രുവരി 5 തൃശ്ശൂരിലെ പവറട്ടിയിലാണ് ഡോക്ടർ എ അയ്യപ്പൻ ജനിച്ചത്. 1905 ഫെബ്രുവരി 5. 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നഞ്ചിയമ്മയ്ക്കാണ്. ഏത് വർഷമാണ്? 2020. കേരളത്തിലെ അറിയപ്പെടുന്ന നാടക സിനിമാ പ്രവർത്തകയായ നിലമ്പൂർ ആയിഷയുടെ അനുഭവക്കുറിപ്പാണ് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്നത്. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത ആരാണ്? ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ആണ്. തിരുവിതാംകൂറിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധി ആയത് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച ലോക പ്രശസ്തയായ സസ്യശാസ്ത്രജ്ഞയാണ് E.K. ജാനകി അമ്മ. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ ആരായിരുന്നു? E.K. ജാനകി അമ്മ. ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമാണ് പാരാലിമ്പിക്സ്. പാരാലിമ്പിക്സ് ആരംഭിച്ച വർഷം 1948. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 14. മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഭരണഘടന അനുശാസിക്കുന്ന അനുച്ഛേദം ഏത്? അനുച്ഛേദം 15. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലയിലാണ് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ശിലകൾ, ലോഹത്തകിടുകൾ, ഓലകൾ തുടങ്ങിയവയിലെ എഴുത്തുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എപ്പിഗ്രാഫി എന്നാണ്. എപ്പിഗ്രാഫി. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ്? ബേക്കൽ കോട്ടയാണ്. ബേക്കൽ കോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വില്ലേജിലാണ് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത്. നാണയങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ന്യൂമിസ്മാറ്റിക്സ്. കരുമാടിക്കുട്ടൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ. ചന്ദ്രഗിരി കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ്. പുനലൂർ തൂക്കപാലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലം. വാഗൻ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നത് കുഞ്ഞാലി മരക്കാർ. ഫത്ഹുൽ മുബീൻ, വ്യക്തമായ വിജയം, 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ ഈ അറബി കാവ്യം രചിച്ചത് ആര്? ഗാസി മുഹമ്മദ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി ആരുടേതാണ്? ജവഹർലാൽ നെഹ്റു. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന്റെ സ്ഥാപകൻ വില്യം ജോൺസ്. കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ്. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജോനാഥൻ ഡങ്കൻ. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇങ്ങനെ പറഞ്ഞത് മെക്കാളെ പ്രഭു. സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ച വർഷം 1864. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയ വർഷം 1856. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്, ഭൂമിയുടെ അന്തരീക്ഷ പാളികളിൽ ഏറ്റവും മുകളിലുള്ളത് ഏതാണ്? എക്സോസ്ഫിയർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ച SCERT പാഠഭാഗങ്ങളിൽ നിന്നുമുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. എല്ലാ പരീക്ഷകൾക്കും PSCയുടെ ഏത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരായാലും ഈ ചോദ്യങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്